ഹലോ, റമദാനിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി കണ്ടാലോ? അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചിക്കു ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഫ്രൂട്ട് എടുക്കുക. ചിക്കു എന്ന് പറയുന്നത് സപ്പോട്ട അങ്ങനെയൊക്കെ പറയില്ലേ, അതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? ആദ്യം തന്നെ ഞാൻ 9 ചിക്കു എടുത്തതിൻ്റെ തൊലിക്ക് കളഞ്ഞതിൻ്റെ കുരൊക്കെ മാറ്റി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ചൈന ഗ്രാസ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മസ്റ്റായിട്ട് വേണ്ടത് പാലാണ്. 1/2 ലിറ്ററിന് പാല് ഞാൻ 10 ഗ്രാമോളം ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ കണക്ക്. പിന്നെ നല്ലപോലെ പാല് ചൂടാവാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് വരണം. പിന്നെ ഞാൻ പാല് തിളക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കോന് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുറച്ചാണ് പഞ്ചസാര ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ പാല് തിളക്കാറാവുമ്പോഴാണ് ഞാൻ ചൈന ഗ്രാസ് മെൽട്ടാവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചൈന ഗ്രാസ് മെൽട്ടായി വരുന്നതിനനുസരിച്ച് നല്ല പോലെ വെള്ളമായിട്ട് വരും. അപ്പോൾ നല്ല പോലെ ഞാൻ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ചൈന ഗ്രാസ് മെൽട്ടായി ആ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ നേരത്തെ മിക്സിയിൽ അടിച്ച് നല്ല പോലെ ഫൈനായിട്ട് അരച്ചെടുത്ത ചിക്കുവിൻ്റെ ആ പൾപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം നല്ല പോലെ കുറച്ചിട്ട് വേണം ഈ ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ പാല് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്ലെയിം പെട്ടെന്ന് തന്നെ ഓഫാക്കി കൊടുക്കുക. പിന്നെ കട്ടയില്ലാത്ത രീതിക്ക് പെട്ടെന്ന് തന്നെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. എല്ലാവർക്കും അറിയാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സിമ്പിൾ റെസിപ്പിയാണ്. വിരുന്നുകാർ വന്നാലോ പിന്നെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തെങ്കിലും സ്വീറ്റായിട്ട് കഴിക്കണം തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റാണ്. 2 ട്രിപ്പായിട്ടാണ് ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നേരെ ഹാഫ് ആക്കിയിട്ടാണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്ത് പാത്രത്തിലേക്ക് ഞാൻ പുഡിങ് സെറ്റാക്കി എടുക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പാത്രത്തിലായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് അതിനൊന്ന് ചൂടാറിയതിന് ശേഷം ഡെക്കറേഷനായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ നട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത പിസ്തയും പിന്നെ ബദാമുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് കാഷ്യൂവോ പിന്നെ കടല എന്ത് വേണമെങ്കിലും ഇട്ടെടുക്കുക. ഡ്രൈ ഫ്രൂട്ട് ആയാൽ മതി, നല്ല നട്ട്സ് ആയാൽ മതി, എന്തും ഡെക്കറേഷൻ ഇട്ടെടുക്കുക. പിന്നെ വേണമെന്നുള്ളവർക്ക് ഇത് ഒഴിച്ചെടുത്ത ഉടനെ തന്നെ കാണാനുള്ള ഭംഗിക്കും കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സ് ഉണ്ടോ അതൊക്കെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബദാമും ചെറുതാക്കി ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിർബന്ധമായി ഉണ്ടാക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ കയറിയിട്ട് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.